നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ആനക്കുഴിക്കര മായങ്ങോട്ടുചാലിൽ സ്വദേശിയായിട്ടുള്ള PM റഹീസ് എന്ന 35 വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഏറെ വിഷമത്തോടെയായിരുന്നു റഹീസിന്റെ ഈ വരവ്. ഭാര്യാപിതാവ് നാട്ടിലെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി തന്നെ ഏൽപ്പിച്ചിട്ടുള്ള 40 ലക്ഷം രൂപ ഒരു സംഘം ആളുകൾ ചേർന്ന് കവർന്നെടുത്തിരിക്കുന്നു. തന്റെ ഉടമസ്ഥതയിലുള്ള കാറിൽ ചാക്കിൽ കെട്ടുകളാക്കി വെച്ചിരുന്ന പണമാണ് ഈ സംഘം കവർന്നിരിക്കുന്നത്. നിർത്തിയിട്ട കാറിന്റെ ചില്ലുകൾ തകർത്തുകൊണ്ടായിരുന്നു മോഷണം. റഹീസിന്റെ പരിഭ്രാന്തിയും പരാതിയും കണ്ട പോലീസ് കേസെടുത്തു. അന്വേഷണം തുടങ്ങി. ഇതോടെയാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം, ഇതിന് പിന്നാലെയുള്ള തസ്കര വീരന്മാരെയും ഇതിന് നേതൃത്വം നൽകിയ ആളുകളെയും പോലീസ് കണ്ടെത്തുന്നത്. ആകെ ട്വിസ്റ്റായിരുന്നു. നേതൃത്വത്തെ കണ്ട പോലീസ് തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം പരാതിക്കാരനും കവർച്ചക്കാരനും എല്ലാം ഒന്നു തന്നെയായിരുന്നു. അതെ, കോഴിക്കോട് മാവൂർ പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നുവെന്ന സംഭവത്തിൽ പരാതി നൽകിയ PM റഹീസിന്റെ പണം തട്ടിയെടുത്തിട്ടുള്ള കവർച്ച അതൊരു നാടക കവർച്ചയായിരുന്നു എന്ന വിവരമാണ് പിന്നീട് പോലീസിന് മനസ്സിലായത്. കോഴിക്കോട് നഗരത്തിൽ വാഹന ബിസിനസ് നടത്തിവരുന്ന റഹീസിന്റെ ധൂർത്തിലാണ് ഈ പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കള്ളി പുറത്താകാതിരിക്കാൻ വേണ്ടി പ്രതി തന്നെ മറ്റൊരു കവർച്ചാ നാടകം തയ്യാറാക്കി വെച്ചതായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കി. പൂവാട്ടുപറമ്പിൽ ിട്ടിരുന്ന കാറിൽ നിന്ന് 40 ലക്ഷം രൂപ കവർന്നെന്ന പരാതി കാർ ഉടമയുടെ നാടകത്തിലുണ്ടായ കാര്യമാണ് എന്നും അതിലെ ദുരൂഹതകളുമെല്ലാം പോലീസ് പൊളിക്കുകയുണ്ടായി. CCTVയുടെ സഹായത്തോടെയാണ് പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തെളിയിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. പൂവാട്ടുപറമ്പ് കേരളാൻഡ് ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്തായിരുന്നു സംഘം ചാക്കിൽ സൂക്ഷിച്ചിരുന്ന 40 ലക്ഷം രൂപയും ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന 25,000 രൂപയും ഉൾപ്പെടെ 40,25,000 രൂപ കവർന്നു എന്ന പരാതി റഹീസ് തന്നെയാണ് പോലീസിൽ നൽകുന്നത്. കേസെടുത്ത് അന്വേഷണം തുടങ്ങിയ പോലീസിന് CCTV ദൃശ്യങ്ങൾ നിർണായകമായി മാറി. സ്കൂട്ടറിൽ 2 പേർ വന്ന് കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിക്കുന്നതായും കാറിൽ നിന്ന് എന്തോ ഒരു സാധനമെടുത്ത് ഓടിപ്പോകുന്നതായിട്ടുമൊക്കെ ഈ CCTVയിൽ വ്യക്തമായി പറയുന്നുണ്ട്. പ്രതികൾ ഹെൽമറ്റ് ധരിച്ചതുകൊണ്ടും ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടും പ്രതികളെ തിരിച്ചറിയുന്നതിന് പോലീസിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പോലീസ് ഇവരെ കൃത്യമായി കണ്ടെത്തി. സിറ്റി DCP അരുൺ K പവിത്രന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് മോഷണം നടത്താൻ ഉപയോഗിച്ച വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് കണ്ടെത്തുന്നത്. പക്ഷേ ഈ നമ്പർ പ്ലേറ്റും വ്യാജമായിരുന്നു. തുടർന്ന് വാഹനം കണ്ടെത്തുന്നു. പണം കവർന്ന സാജിദ് എന്ന ഷാജിയെയും ജംഷിദിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ഇതോടെയാണ് നാടകം പൊളിഞ്ഞത്. പരാതിക്കാരനായ റഹീസ് പറഞ്ഞ പ്രകാരം എടുത്ത കൊട്ടേഷനായിരുന്നു ഇത്. തങ്ങളെടുത്ത കൊട്ടേഷനാണ് ഇതെന്നും ചാക്കിൽ പണമൊന്നും ഇല്ലായിരുന്നുവെന്നും ഇവർ പോലീസിനോട് വ്യക്തമാക്കി. ഇതോടെ കാറുടമയും പരാതിക്കാരനുമായ യുവാവിനെയും സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പരാതിക്കാരൻ ആനക്കുഴിക്കര മായങ്ങോട്ടുചാലിൽ സ്വദേശിയായിട്ടുള്ള PM റഹീസ് എന്ന 35 വയസ്സുകാരനെയും സുഹൃത്തായിട്ടുള്ള ആനക്കുഴിക്കര സ്വദേശി മേലെ തെക്കുവീട്ടിൽ M സാജിദ്, പൂവാട്ടുപറമ്പിലെ മായങ്ങോട്ടും താഴെ ജംഷിദ് എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരുവിലെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഭാര്യാപിതാവ് കേരളത്തിലെ ഒരു സ്ഥാപനത്തിന്റെ ശാഖയിലേക്ക് കൊടുക്കാനായി പലപ്പോഴായി അയച്ചു കൊടുത്ത 40 ലക്ഷം രൂപയാണ് റഹീസ് ദൂർത്തടിച്ചതെന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. പണം മടക്കി നൽകാൻ കഴിയാതെ വന്നതോടെയാണ് തങ്ങൾ കവർച്ച നടത്താനായി തീരുമാനിച്ചതെന്നും കവർച്ച നടത്തിയതെന്നുമൊക്കെയാണ് പ്രതി ഇപ്പോൾ SP ഉമേഷിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മോഷണ നാടകം നടത്താൻ സുഹൃത്തുക്കളായ 2 പേർക്ക് 90,000-ലധികം രൂപയും റഹീസ് കൊട്ടേഷനായി നൽകിയിട്ടുണ്ട് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കാറിനകത്ത് പണമൊന്നുമില്ലായിരുന്നുവെന്നും പകരം ചാക്കിൽ പേപ്പർ നിറച്ചായിരുന്നു വെച്ചതെന്നും അത് നാടകമെന്നും തുകയുടെ ഉറവിടം പരിശോധിച്ചു വരികയാണ് എന്നും പോലീസും വ്യക്തമാക്കുന്നു. വ്യാജ പരാതി നൽകിയതിനും വിശ്വാസവഞ്ചന നടത്തിയതിനും പ്രതികൾക്കെതിരെ പ്രത്യേകമായി കേസെടുത്തിട്ടുണ്ട്. കാറിൽ നിന്ന് പണം നഷ്ടപ്പെട്ട് ഒരു ദിവസം കഴിഞ്ഞാണ് അതായത് പരാതിക്കാരൻ പോലീസിനെ സമീപിക്കുന്നത്. ഇതാണ് സംശയത്തിനിടയാക്കിയതെന്നാണ് SP ഉമേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആനക്കുഴിക്കര സ്വദേശിയായിട്ടുള്ള പരാതിക്കാരനായ റഹീസ് തന്നെയായിരുന്നു മോഷണത്തിന്റെ ആസൂത്രകനും. എല്ലാം പരാതിക്കാരൻ റഹീസിന്റെ നാടകമായിരുന്നു എന്നത് വ്യക്തമായിട്ടുണ്ട്. പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്നും അദ്ദേഹം
അദ്ദേഹം വ്യക്തമാക്കി. റഹീസിന്റെ സുഹൃത്തുക്കളാണ് പണം കാറിൽ നിന്ന് മോഷ്ടിച്ചത്. മോഷ്ടിച്ചയാൾക്ക് പണം റഹീസ് കൊട്ടേഷനായി നൽകിയിട്ടുണ്ട്. പണം നേരത്തെ തന്നെ ചെലവായി പോയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ കണ്ടത് ഇരുവരും ചേർന്ന് ഒരുക്കിയിട്ടുള്ള നാടകമായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. അതിൽ യാതൊരു പണവുമില്ലായിരുന്നുവെന്നും SP കൂട്ടിച്ചേർത്തു. മെഡിക്കൽ കോളേജ് പോലീസും വിരലടയാള വിദഗ്ധരും കാർ പരിശോധിച്ച് തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. മോഷണം നടക്കുമ്പോൾ താൻ കാറിന്റെ സമീപത്തുണ്ടായിരുന്നില്ല എന്നാണ് റഹീസ് മൊഴി നൽകിയിരിക്കുന്നത്. പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇത്രയും ഭീമമായിട്ടുള്ള തുക എങ്ങനെ ലഭിച്ചു എന്ന പോലീസിന്റെ ചോദ്യത്തിൽ ഭാര്യാപിതാവും ചില സുഹൃത്തുക്കളും നൽകിയ തുകയാണ് നഷ്ടപ്പെട്ടത് എന്നതാണ് റഹീസിന്റെ മറുപടി. എന്നാൽ റഹീസിന്റെ വിശദീകരണത്തിൽ തുടക്കം മുതലേ പോലീസിന് തൃപ്തി ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേരളത്തിൽ ദിനംപ്രതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. വരവിനേക്കാൾ വലിയ ചിലവ് എന്നത് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി പലപ്പോഴും മാറാറുള്ളത് എന്നുള്ളതാണ് വാസ്തവം. അനാവശ്യ പണം ദൂർത്തടിച്ചും പാഴാക്കിയും അവസാനം പാപ്പരായി മാറിയവരും നമ്മുടെ ഇടകളിൽ കൂടുതലുണ്ട്. ഗൾഫ് പണം കേരളത്തിലേക്ക് ഒഴുകാൻ തുടങ്ങിയ മുതലാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ധൂർത്ത് സംഭവങ്ങൾ വ്യാപകമായി വർദ്ധിച്ചു വരുന്നത്. കഞ്ഞിക്ക് വകയില്ലാതെ പാടത്തും പറമ്പത്തും എല്ലുമുറിയെ പണിയെടുത്തിരുന്ന പാവപ്പെട്ട മലയാളികളാണ് അല്പം അറബി പണം കയ്യിൽ വന്നപ്പോൾ വന്ന വഴി മറന്ന് ധൂർത്തന്മാരായി മാറിയത് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടാറുണ്ട്. വിദേശത്ത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച പണവുമായി തിരികെ ലീവിന് നാട്ടിൽ വരുന്നവർ ഉൾപ്പെടെ AC കാറിലൊക്കെ വിലസുന്നതൊക്കെ പലപ്പോഴും ധൂർത്തിന്റെ ഉദാഹരണമായി കേരളത്തിന്റെ സംസ്കാരം മാറുന്നതായി വ്യക്തമാക്കാൻ പലരും ചൂണ്ടിക്കാണിക്കാറുണ്ട്. കുറച്ചൊക്കെ ആഡംബര ജീവിതം നയിച്ചാലേ സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുകയുള്ളൂ എന്ന ചിന്താഗതിയാണ് ഇത്തരത്തിൽ ആളുകളെ ധൂർത്തും അത്യാഗ്രഹവും ഒക്കെ ആക്കി മാറ്റുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്റെ അയൽക്കാരനേക്കാൾ കെങ്കേമനാണ് ഞാനെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള തത്രപ്പാടിലായിരിക്കും മിക്ക മലയാളികളും. അയൽവാസി സുന്ദരമായിട്ടുള്ള കൊട്ടാരം പണിയുമ്പോൾ അതിലും അതിസുന്ദരമായ മഹാബംഗ്ലാവുകൾ തന്നെ നിർമ്മിക്കുന്നതിലാണ് ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ. ഇത്തരം സംഭവങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം വെഞ്ഞാറമൂട് നടന്ന കൂട്ടക്കൊലപാതകം. അഫാൻ എന്ന 23 വയസ്സുകാരൻ യാതൊരു കാരണങ്ങളുമില്ലാതെ ഉണ്ടാക്കിയിരുന്നത് 65 ലക്ഷത്തിനടുത്ത് കടമാണ്. ഈ കടത്തിലും അവന്റെ ധൂർത്ത് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നില്ല. മകന്റെ അനാവശ്യമായിട്ടുള്ള ഇത്തരം ചിലവുകൾക്ക് അമ്മയും കൂട്ടുനിന്നിരുന്നു എന്നതാണ് മറുവശത്തുള്ളത്. ഇതിന്റെയൊക്കെ ആകെ തുകയായിരുന്നു കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. ഉമ്മയെയും സഹോദരനെയും സുഹൃത്തിനെയും അടക്കം 6 പേരുടെ ജീവനാണ് ഈ ധൂർത്തിന്റെ പേരിൽ അഫാൻ എന്ന 23 വയസ്സുകാരൻ അപഹരിക്കാൻ ശ്രമിച്ചത്. ഇതിൽ അവന്റെ ഉമ്മ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള 5 പേരും ദയനീയമായി കൊല്ലപ്പെട്ടു. ഇന്നും ഇത്ര വലിയ തെറ്റ് ചെയ്ത തന്റെ മകനു വേണ്ടി കരയുന്ന അമ്മയെയാണ്, അവനെ രക്ഷിക്കണമെന്ന് ആവർത്തിക്കുന്ന ഉമ്മയെയാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ കാണാറുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ആവർത്തിപ്പിക്കപ്പെടാനുള്ള കാരണമായി മാറുന്നതെന്നും പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അഫാന്റെ കൊലപാതക ശ്രമത്തിന് ശേഷം ഇനിയും അഫാൻമാർ കേരളത്തിൽ പലയിടങ്ങളിലും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് കോഴിക്കോട് നിന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു വാർത്ത. കോഴിക്കോട് ആനക്കുഴിക്കര മായങ്ങോട്ടുചാലിൽ സ്വദേശിയായ PM റഹീസിന്റെ 40 ലക്ഷം കവർന്ന നാടകം. ഈ 35 വയസ്സുകാരൻ ഉണ്ടാക്കിയെടുത്ത ഒരു കേസാണ് ഇത്. ഭർത്തൃപിതാവ് നൽകിയിട്ടുള്ള 40 ലക്ഷം തട്ടാൻ വേണ്ടിയാണ് അവൻ ഈ ഒരു നാടകം തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം. അക്രമം നടത്താൻ വേണ്ടി ഒരു സംഘത്തെ നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ തയ്യാറാക്കി വെച്ചു. ഇനി വേണമെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ തന്നെ കൊലയാളി സംഘത്തെ തയ്യാറാക്കാനും ഇവർ തയ്യാറാകും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇത് മാത്രവുമല്ല, ഈ പണം, ഇത്ര വലിയ തുക എവിടെ നിന്നാണ് ഭർത്തൃപിതാവിന് അല്ലെങ്കിൽ ഇയാൾക്ക് ലഭിച്ചത് എന്നൊരു വലിയ സംശയമായി അവശേഷിക്കുന്നുണ്ട്. പോലീസ് എന്തായാലും കേസിൽ അന്വേഷണം തുടർന്നു വരികയാണ്. നിലവിൽ PM റഹീസ് മാത്രമാണ് ഈ നാടകത്തിന് പിന്നിലുള്ളത് എന്ന നിഗമനത്തിലാണ് പോലീസ്. പക്ഷേ ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നതൊരു ചോദ്യമാണ്. അതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിന് പുറകിലുണ്ടോ എന്നതടക്കം മനസ്സിലാക്കാനുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് വിവരം.